അപ്പോൾ തുടങ്ങിയേക്കാം. +2 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്ററിന്റെ റിവിഷനാണ്. വളരെ പെട്ടെന്ന് അധികം വലിച്ചു നീട്ടാതെ നമുക്ക് അങ്ങോട്ട് പറഞ്ഞു തീർത്തേക്കാം. നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ചതാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അതിന്റെ ബാക്കിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ അകത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കുന്നത്. ഇപ്രാവശ്യം നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത്. റിലേഷന്റെ കുറച്ച് കാര്യങ്ങൾ പഠിക്കും, ഫംഗ്ഷന്റെ കുറച്ച് കാര്യങ്ങൾ പഠിക്കും. ഇത്രേ ഉള്ളൂ പഠിക്കാൻ. റിലേഷന്റെ അകത്ത് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്, അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് റിലേഷൻസിനെ കുറിച്ചാണ്. റിലേഷന്റെ അകത്ത് കുറച്ച് ടൈപ്സ് ഓഫ് റിലേഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ മൂന്നെണ്ണമാണ് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. എന്താണ്? നമുക്ക് ടൈപ്സ് ഓഫ് റിലേഷൻ ആണ് ആദ്യം പഠിക്കാനുള്ളത്. അതിൻ്റെ അകത്ത് ആദ്യത്തെ മൂന്നെണ്ണമാണ് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. അപ്പൊ ഇത് ഓരോന്ന് എന്താന്ന് പറയാം. അപ്പൊ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് റിഫ്ലെക്സീവ് റിലേഷൻ എന്നാണ്. അപ്പൊ നിങ്ങളോട് എന്താണ് റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടത്, ഇപ്പൊ നമുക്ക് രണ്ട് റിലേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. R1 എന്ന് പറയുന്ന റിലേഷനും R2 എന്ന് പറയുന്ന റിലേഷനും. ഇത് റിഫ്ലെക്സീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് R1 ആണ് കേട്ടോ. R1 റിഫ്ലെക്സീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഡിഫൈൻ ചെയ്ത സെറ്റ് നോക്കുക. എവിടെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് നോക്കുക. ഏത് സെറ്റിലാണ് പറഞ്ഞേക്കണം? 1, 2, 3 എന്ന് പറയുന്ന സെറ്റിലല്ലേ പറഞ്ഞിരിക്കുന്നത്. 1, 2, 3 എന്ന് പറയുന്ന സെറ്റിലാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കാൻ ഈ സെറ്റിന്റെ അകത്തെ എല്ലാ എലമെന്റുകളുടെയും സെയിം ഓർഡേർഡ് പേരുകൾ വന്നിട്ടുണ്ടെന്ന് നോക്കണം. അതായത് 1, 2, 3 ഉള്ളത് കാരണം 1, 1 ഉണ്ടാവണം, 2, 2 ഉണ്ടാവണം, 3, 3 ഉണ്ടാവണം. ഇത്രേ ഉള്ളൂ. അതായത് ആ സെറ്റിന്റെ അകത്തെ സെയിം ഓർഡേർഡ് പേരുകൾ ഉണ്ടാവണം. നോക്കിയേ, 1, 1 വേണം, അപ്പൊ 2, 2 വേണം, 3, 3 വേണം. 1, 1 ഉണ്ട്, 2, 2 ഉണ്ട്, 3, 3 ഉണ്ട് അതിൻ്റെ അകത്ത് ഇല്ല. അപ്പൊ ഇത് റിഫ്ലെക്സീവ് ആണോ? അല്ല. ഈ റിലേഷൻ റിഫ്ലെക്സീവ് അല്ല. അപ്പൊ എന്താണ്? നോട്ട് റിഫ്ലെക്സീവ് റിലേഷൻ. ഇനി രണ്ടാമത്തെ, ഇതിന്റെ അകത്ത് തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ സെറ്റ് നോക്കിയേ. നമ്മൾ നോക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ആ സെറ്റിന്റെ അകത്തെ എല്ലാ എലമെന്റുകളുടെയും സെയിം ഓർഡേർഡ് പേരുകൾ ഉണ്ടായിരിക്കണം. 1, 1 വേണം, 2, 2 വേണം, 3, 3 വേണം. 1, 1 ഉണ്ട്, 2, 2 ഉണ്ട്, 3, 3 ഉണ്ട്. അപ്പൊ ഉറപ്പായിട്ടും ഇതെന്താണ്? റിഫ്ലെക്സീവ് ആണ്. അപ്പൊ റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കാൻ നമ്മൾ നോക്കേണ്ടത് എവിടെയാണ്? ആ ഡിഫൈൻ ചെയ്ത സെറ്റിലാണ്. ആ സെറ്റിന്റെ അകത്തെ എല്ലാ എലമെന്റുകളുടെയും സെയിം എലമെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് റിഫ്ലെക്സീവ് ആണ്. നമുക്ക് വേറെ ഒരെണ്ണം നോക്കാം. ഇതേ നോക്കിയേ. അപ്പൊ ഇവിടെ നോക്കിയേ, ഞാൻ ഇവിടെ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എ എന്ന് പറയുന്ന സെറ്റിലാണ്. ഏത് സെറ്റാണ്? 2, 3, 4, 5 അല്ലെ? 3, 4 നമ്പറുകളുള്ള ഒരു സെറ്റാണ്. ഇത് റിഫ്ലെക്സീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഇവിടെ നോക്കണ്ട, ഇത് വിട്ടുകളാം. ഇവിടെ നോക്കിയാൽ മതി. ഈ സെറ്റിന്റെ എല്ലാ സെയിം ഓർഡേർഡ് പേരുകളും വന്നിട്ടുണ്ടോ നോക്കണം. 2, 2 വേണം, 3, 3 വേണം, 4, 4 വേണം, 5, 5 വേണം. ഇത് 2, 2 ഉണ്ട്, 3, 3 ഉണ്ട്, 4, 4 ഉണ്ട്, 5, 5 ഉണ്ട്. ഇനി നമ്പറുകൾ എന്തെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഒരു പ്രശ്നവുമില്ല. ഇത് എല്ലാം സെയിം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും സെയിം വരുന്നുണ്ട്. അപ്പൊ ഇത് ഉറപ്പായിട്ടും എന്താണ്? റിഫ്ലെക്സീവ് ആണ്. അപ്പൊ റിഫ്ലെക്സീവ് ആണോ നോക്കാൻ എന്താ ചെയ്യേണ്ടത്? എല്ലാ സെയിം ഓർഡേർഡ് പേരുകളും ഉണ്ടോ നോക്കണം. ഏതിന്റെ? ഈ സെറ്റിലെ എലമെന്റുകൾ. ഇവിടെ 1, 2, 3 ആയതുകൊണ്ട് 1, 1, 2, 2, 3, 3 ഉണ്ടോ നോക്കി. ഇവിടെ 2, 3, 4, 5 ആയതുകൊണ്ട് 2, 2, 3, 3, 4, 4, 5, 5 ഉണ്ടോ നോക്കണം. ഇത്രേ ഉള്ളൂ. അപ്പൊ റിഫ്ലെക്സീവ് ക്ലിയർ ആയില്ലേ? അടുത്തതിലേക്ക് പോവാം. അടുത്ത രണ്ടാമത്തെ നോക്കിയോ, സിമെട്രിക്. അപ്പൊ രണ്ടാമത്തെ എങ്ങനെയാ ചെയ്യേണ്ടത് നോക്കാം. ഒരു സിമെട്രിക് റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ നോക്കേണ്ടത് നേരത്തെ പറഞ്ഞ ഒരു സെറ്റ് തന്നെയാണ്. ആ സെറ്റിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു റിലേഷനാണ്. നമ്മൾ റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ആ സെറ്റ് അല്ലേ നോക്കിയത്. ഇനി നമുക്ക് സെറ്റ് വേണ്ട, സെറ്റിലല്ല നോക്കേണ്ടത്. സിമെട്രിക് ആണോ എന്ന് നോക്കേണ്ടത് ആ റിലേഷന്റെ അകത്താണ്. ഇത്രേ ഉള്ളൂ. സിമെട്രിക് ആണോ നോക്കേണ്ടത് ഇപ്പോ 2, 8 എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പേര് ആ റിലേഷന്റെ അകത്ത് ഉണ്ടെങ്കിൽ മാത്രം മതി. അതുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് തിരിച്ചിടുന്ന 8, 2 ഉണ്ടായിരിക്കണം. കേട്ടല്ലോ? വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ 5, 3 അതിന്റെ അകത്ത് ഉണ്ടെങ്കിൽ, 5, 3 ഉണ്ടെങ്കിൽ ഇത് തിരിച്ചിടുന്ന എന്തുണ്ടായിരിക്കണം? തിരിച്ചിടുന്ന എന്തുണ്ടായിരിക്കണം? 3, 5 ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ, എളുപ്പത്തിലല്ല, ഇതെല്ലാം എളുപ്പമാണ്. ഇവിടെ നോക്കി, 2, 3 ഉണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം? തിരിച്ചിടുന്ന എന്തുണ്ടായിരിക്കണോടാ? 3, 2 ഉണ്ടായിരിക്കണം. അങ്ങനെ എല്ലാ എലമെന്റുകൾക്കും അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്താണ്? സിമെട്രിക് ആണ്. അപ്പൊ സിമെട്രിക് ആണോ എന്ന് നോക്കിയേ. ഇതേ നോക്കിയടാ, 1, 2 ഇവിടെ ഉണ്ട്, 1, 2 ഉണ്ടല്ലോ. 1, 2 ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്തുണ്ടാവണം?
അത് തിരിച്ചിടുന്ന 2 1 ഉണ്ടാവണം. 2 1 ഉണ്ടല്ലോ, അതെ 1 2 തിരിച്ചിടുന്ന 2 1 ഉണ്ടാവണം. ഇനി അടുത്ത് നോക്കിയേ, അടുത്ത ഇത് രണ്ടും നോക്കി നമ്മൾ പിന്നെ ഉള്ളത് 3 2 ആണ്. 3 2 ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് തിരിച്ചിടുന്ന എന്തുണ്ടാവണം? 2 3 ഉണ്ടാവണം. 3 2 ഉണ്ട്, അപ്പൊ തിരിച്ചിടുന്ന 2 3 ഉണ്ടാവണം. 2 3 ഉണ്ടാ എവിടെയെങ്കിലും ഉണ്ടാ? ഇല്ല. അപ്പൊ ഇതിന്റെ തിരിച്ചിടുന്നതില്ല. അപ്പൊ ഒരെണ്ണം ഇല്ലെങ്കിൽ തന്നെ അത് സിമെട്രിക് അല്ലെന്ന് നമുക്ക് പറയാം. ഇനി വേണമെങ്കിൽ നോക്കാം, 2 2 തിരിച്ചിട്ടാലും അത് തന്നെ വരും, 3 3 തിരിച്ചിട്ടാലും അത് തന്നെ വരും. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോ 3 2 ഉണ്ട്, പക്ഷെ എന്തില്ല? 2 3 ഇല്ല. അതുകൊണ്ട് ഇത് സിമെട്രിക് ആണോ? അല്ല. ഇതെന്താണ്? നോട്ട് സിമെട്രിക്. അതായത് എന്തുകൊണ്ടാണ് സിമെട്രിക് അല്ലാത്തത്? 3 2 6ന്റെ അകത്ത് ഉണ്ട്, എന്തില്ല? തിരിച്ചിടുന്ന 2 3 6 ഇല്ല. നോട്ട് ആൻ എലമെന്റ് ഓഫ് ആർ. കേട്ടല്ലോ? അപ്പോ സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇതിന്റെ അകത്തെ, ഏതിന്റെ അകത്തെ? റിലേഷന്റെ അകത്തെ എല്ലാ എലമെന്റുകളും തിരിച്ചിടുന്നത് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. കുറേ കൂടി നോക്കണം. ദേ ശ്രദ്ധിച്ചു. അപ്പൊ അടുത്തൊരു എക്സാമ്പിൾ നോക്കിയടാ. ദേ ഇതിന്റെ അകത്ത് തന്നെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു റിലേഷൻ ആണ്. അതെങ്ങനെയാന്ന് നോക്കി. 1 3 3 1 2 1 1 2 2 2. നമ്മൾ പറഞ്ഞത് സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ഇതിന്റെ അകത്ത് നോക്കണ്ട, ഇതിന്റെ അകത്ത് മാത്രം നോക്കിയാൽ മതി. ഇത് ശ്രദ്ധിച്ചേ, 1 3 ഉണ്ട്, അപ്പൊ ഉറപ്പായിട്ടും എന്തുണ്ടായിരിക്കണം? 3 1 ഉണ്ടാവണം. 1 3 ഉണ്ട്, തിരിച്ചിടുന്ന 3 1 ഉണ്ടാവണം. ഉണ്ടല്ലോടാ. ഇനി അടുത്ത് നോക്കിയേ, 2 1 അല്ലേ എടുത്തത്? 2 1 ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചിടുന്ന 1 2 ഉണ്ടായിരിക്കണം. എന്താണ്? 2 1 ഉണ്ടെങ്കിൽ 1 2 ഉണ്ട്. ഇനി ഇത് അടുത്ത 2 2 ആണ്. 2 2 തിരിച്ചിട്ടാലും എന്ത് തന്നെയാണ് വരുന്നത്? 2 2 തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അത് നോക്കേണ്ട കാര്യമില്ല. എന്നാലും നോക്കിക്കും. ഇപ്പൊ നോക്കിയേ, എല്ലാത്തിന്റെയും തിരിച്ചിടുന്ന ഇതിന്റെ ഇല്ലേ? ഉണ്ട്. അപ്പൊ ഇത് ഉറപ്പായിട്ടും എന്താണ്? ഇതൊരു സിമെട്രിക് റിലേഷൻ ആണ്. അപ്പൊ സിമെട്രിക് ആണോ എന്ന് നോക്കാൻ എന്താ ചെയ്യേണ്ടത്? ആ റിലേഷന്റെ അകത്ത് എല്ലാ ഓർഡേർഡ് പേര് തിരിച്ചിടുന്നതും എവിടെ ഉണ്ടായിരിക്കണം? ആ റിലേഷന്റെ അകത്ത് ഉണ്ടായിരിക്കണം. ക്ലിയർ ആയില്ലേ? അപ്പൊ മൂന്നാമത്തെ ടൈപ്പിലേക്ക് പോവാം. എന്താണ് മൂന്നാമത്തെ ടൈപ്പ്? ട്രാൻസിറ്റീവ്. ശ്രദ്ധിച്ചു. അപ്പൊ ശ്രദ്ധിച്ചു, മൂന്നാമത്തെ ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണത്. ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ആദ്യം ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നമ്മള് സിമെട്രിക് ആണോ എന്ന് എങ്ങനെയാ ചെക്ക് ചെയ്തത്? ഒരെണ്ണം എടുത്തിട്ട് അത് തിരിച്ചിടുന്ന അതിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് നോക്കും. ഇവിടെ ഒരു റിലേഷന്റെ അകത്ത് 2 5 ഉണ്ടെന്ന് വിചാരിച്ചു. 2 5 എന്ന് പറയുന്ന ഒരു എലമെന്റ് ആ റിലേഷന്റെ അകത്ത് ഉണ്ട്. ഇനി 5ൽ തുടങ്ങുന്ന, ഇവിടെ തീരുന്നത് 5 ആണ്. അപ്പോ 5ൽ തന്നെ തുടങ്ങുന്ന വേറെ ഏതെങ്കിലും ഒരെണ്ണം 5 4 ഉണ്ടെന്ന് വിചാരിച്ചു. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ തീരുന്നത് തന്നെ ഇവിടെ തുടങ്ങണം. 2 5 അതിൻ്റെ അകത്തുണ്ട്, 5ൽ തന്നെ തുടങ്ങുന്ന 5 4 ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ നോക്കേണ്ടത്, അതായത് ഇവിടെ 2 ഓർഡേർഡ് പേർ വെച്ചിട്ടാണ് നോക്കേണ്ടത്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഈ ആദ്യത്തെ അവസാനത്തെ എലമെന്റുകൾ ചേർന്ന് വരുന്ന 2 4 ഉണ്ടോ എന്ന് നോക്കണം. കേട്ടല്ലോ? വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു റിലേഷന്റെ അകത്ത് 3 1 ഉണ്ട്. 1ലല്ലേ തീർന്നത്? 1ൽ തന്നെ തീരുന്ന 1 5 അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് വിചാരിച്ചു. 3 1 ഉണ്ട്, 1 5 ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഏതാണ്? 3 5 ഉണ്ടോ എന്ന് നോക്കണം. കേട്ടല്ലോ? ഏതിലാണോ തീരുന്നത് അതിൽ നിന്ന് തന്നെ തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ 2 ചേരുന്ന എലമെന്റ് അതിൻ്റെ അകത്ത് ഉണ്ടാവണം. ഉണ്ടെങ്കിൽ ട്രാൻസിറ്റീവ് ആണ്. ഒരെണ്ണം മാത്രം ഉണ്ടായാൽ പോരാ, അതിൻ്റെ അകത്തുള്ള എല്ലാ ഓർഡേർഡ് പേരുകൾക്കും ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ ട്രാൻസിറ്റീവ് ആണ്, അല്ലെങ്കിൽ ട്രാൻസിറ്റീവ് അല്ല. ഇത് ശ്രദ്ധിച്ചോ? ഒന്നാമത്തെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ റിലേഷൻ ഇത് ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കി പറഞ്ഞേ. എളുപ്പമാണ്. നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന 1 2 3 തന്നെയാണ്. നോക്കി പറയാം. 1 2 ഉണ്ട്. ഞാൻ ഇവിടെ എഴുതാവേ. 1 2 ഉണ്ട്. 2ൽ തന്നെ തുടങ്ങുന്ന വേറെ ഏതെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നോക്കിയത്? 2ൽ തുടങ്ങുന്ന 2 3 ഉണ്ട്. അപ്പൊ നോക്കിയടാ, 1 2 ഉണ്ട്, 2 3 ഉണ്ട്. അപ്പൊ എന്തുണ്ടാവണം? 1 3 കൂടി ചേർന്ന 1 3 ഉണ്ടാവണം. 1 3 ഇല്ലേ? ഉണ്ടല്ലോ, ഉണ്ട്. ഇനി വേറെ ഒരെണ്ണം നോക്കിയേ, ശ്രദ്ധിക്ക്. 1 2 ഉണ്ട്, 2ൽ അവസാനിക്കുന്ന 1 2 ഉണ്ട്. 2ൽ അവസാനിക്കുന്ന തന്നെ വേണം, 2 2. അപ്പൊ ഒന്നും അവസാനത്തെ സംഖ്യയും കൂടി ചേരുന്ന 1 2 ഉണ്ടാവണം. 1 2 ഉണ്ടല്ലോ, ഉണ്ട്. ഇനി വേറെ നമ്മൾ എടുക്കുവാണെങ്കിൽ ഇപ്പൊ 2 3 എടുത്തു. 3ൽ തുടങ്ങുന്ന വേറെ ഏതെങ്കിലുമൊക്കെ വേണം. 3ൽ തുടങ്ങുന്ന വേറെ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ? ഇല്ല. അപ്പൊ അത് നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ചെക്ക് ചെയ്യണ്ട. അപ്പൊ ഇവിടെ നോക്കിയേ, എല്ലാത്തിന്റെയും നമ്മൾ നോക്കി എല്ലാത്തിന്റെയും 2 എണ്ണം കണക്ട് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതെന്തായിരിക്കും?
ട്രാൻസിറ്റീവ് ആയിരിക്കും. കേട്ടല്ലോ. ഇനി ഇത് നോക്കിയടാ, ഇവിടെ 2, 3 ഉണ്ട്. 3-ൽ തന്നെ തുടങ്ങുന്ന 3, 1 ഉണ്ട്. അപ്പൊ എന്തുണ്ടാവണം നോക്കിയേ, 2, 1 ഉണ്ടാവണ്ടേ? 2, 1 ഉണ്ടാ ഇവിടെ? ഇല്ല. 2, 1 6-ലില്ല. അപ്പൊ ഇത് ട്രാൻസിറ്റീവ് ആണോ? അല്ല, നോട്ട് ട്രാൻസിറ്റീവ്. കേട്ടല്ലോ. അപ്പോ ഇതാണ് ട്രാൻസിറ്റീവ്. അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെയാണ്? റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. റിഫ്ലക്സീവ് ആണോ നോക്കേണ്ടത് എങ്ങനെയായിരുന്നു? ഈ സെറ്റിന്റെ അകത്ത് നോക്കണം. സെറ്റിന്റെ എല്ലാ എലമെന്റുകളുടെയും സെയിം വരണം. 1, 1 വേണം, 2, 2 വേണം, 3, 3 വേണം. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് സിമെട്രിക്. സിമെട്രിക് നോക്കേണ്ടത് ഇതിന്റെ അകത്താണ്. 1, 2 ഉണ്ടെങ്കിൽ തിരിച്ചിടുന്ന 2, 1 ഉണ്ടാവണം. 2, 1 ഉണ്ടായില്ലത് ഇല്ല. അപ്പൊ അത് സിമെട്രിക് ആയിരിക്കത്തില്ല. ട്രാൻസിറ്റീവ് നോക്കേണ്ടത് 2 എണ്ണം എടുത്താണ്. 1, 2ഉം 2-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2, 3 നോക്കി 1, 3 ഉണ്ടോ നോക്കണം. ക്ലിയർ ആയല്ലോ? റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. ഇതേ ശ്രദ്ധിച്ചോ. ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഒരു കാര്യം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചോ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് വേറൊരു ടൈപ്പ് ഓഫ് റിലേഷൻ ആണ്. അതായത് 4ാമത്തെ റിലേഷൻ. 4ാമത്തെ റിലേഷനെ നമ്മൾ പറയുന്ന പേര് ഇക്വലൻസ് റിലേഷൻ എന്നാണ്. എന്താണ്? ഇക്വലൻസ് റിലേഷൻ. ഇത് ചിലപ്പോൾ ചോദിക്കും, അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇത്രേ ഉള്ളൂ. ശ്രദ്ധിച്ചിരുന്നു. ഇവിടെ ഞാനൊരു റിലേഷൻ എഴുതിയിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ സെറ്റിൽ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ റിലേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് റിഫ്ലക്സീവ് ആണോ എന്ന് നോക്കിയടാ ഒന്ന്. ഇത് റിഫ്ലക്സീവ് ആണോ? റിഫ്ലക്സീവ് ആണോ നോക്കിയേ. റിഫ്ലക്സീവ് ആണോ നോക്കേണ്ടത് എങ്ങനെയായിരുന്നു? ഇതിൻ്റെ അകത്തെ എല്ലാ എലമെന്റുകൾക്കും സെയിം ഓർഡേർഡ് പേരുകൾ ഉണ്ടാവണം. 2, 2 ഉണ്ടാവണം, 3, 3 ഉണ്ടാവണം, 4, 4 ഉണ്ടാവണം. 2, 2 ഉണ്ട്, 3, 3 ഉണ്ട്, 4, 4 ഉണ്ട്. അപ്പൊ ഇത് റിഫ്ലക്സീവ് അല്ലേ? റിഫ്ലക്സീവ് ആണ്. ഇനി സിമെട്രിക് ആണോ നോക്കിയേ. സിമെട്രിക് ആണോ എന്ന് എങ്ങനെയാണ് നോക്കേണ്ടത്? ഓർഡേർഡ് പേര് തിരിച്ചിടുന്നതും ഉണ്ടായിരിക്കണം. 2, 2 തിരിച്ചിട്ടാൽ 2, 2 തന്നെയാണ്. 3, 3 തിരിച്ചിട്ടാൽ 3, 3 തന്നെയാണ്. 4, 4 തിരിച്ചിട്ടാൽ 4, 4 തന്നെയാണ്. 2, 3 ഉണ്ട്. അപ്പൊ തിരിച്ചിടുന്ന 3, 2 ഉണ്ടായിരിക്കണം. 2, 3 ഉണ്ട്, തിരിച്ചിടുന്ന 3, 2 ഉണ്ട്. അപ്പൊ ഇത് സിമെട്രിക് അല്ലേ? സിമെട്രിക്കും ആണ്. ഇനി അടുത്ത 3ാമത്തെ നോക്കിയേ, ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് നോക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞത്? 3 എണ്ണം. ഇവിടെ നോക്കിയേ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 2, 3 ഉണ്ട്. 3-ൽ തുടങ്ങുന്ന വേറെ ഏതെങ്കിലും ഉണ്ടോ നോക്കണം. 3-ൽ തുടങ്ങുന്നത് 3, 2 ഉണ്ട്. അപ്പൊ ഉറപ്പായിട്ടും എന്തുണ്ടായിരിക്കണം? 2, 2 ഉണ്ടായിരിക്കണം. 2, 2 ഉണ്ടോ? ഉണ്ട്. ഇതേ വേറെയും കൂടി നോക്കാം. 3, 2 ഉണ്ട്. 2-ൽ തുടങ്ങുന്ന വേറെ ഏതുണ്ട്? 2, 2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും എന്തുണ്ടായിരിക്കണം? 3, 2 ഉണ്ടായിരിക്കണം. 3, 2 ഉണ്ട്. ഉണ്ടല്ലോ? ഉണ്ട്. അപ്പൊ ഏത് നോക്കിയാലും ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഇതും ഉറപ്പായിട്ട് എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. ഒരു റിലേഷൻ റിഫ്ലക്സീവും ആണ്, സിമെട്രിക്കും ആണ്, ട്രാൻസിറ്റീവും ആണെങ്കിൽ ആ റിലേഷനെ പറയുന്ന പേരാണ് ഇക്വലൻസ് റിലേഷൻ. എന്ന് പറഞ്ഞാൽ എന്താണ്? എ റിലേഷൻ വിച്ച് ഈസ് സെറ്റ് ടു ബി റിഫ്ലക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് ഈസ് കോൾഡ് ഇക്വലൻസ് റിലേഷൻ. അപ്പൊ ഇക്വലൻസ് റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഒന്നും നോക്കണ്ട. റിഫ്ലക്സീവ് ആണോ നോക്കുക, സിമെട്രിക് ആണോ നോക്കുക, ട്രാൻസിറ്റീവ് ആണോ നോക്കുക. 3 ആണെങ്കിൽ ഇക്വലൻസ്. ഏതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ പോലും ഇക്വലൻസ് റിലേഷൻ അല്ല. കേട്ടല്ലോ? ഇത്രയുമാണ് നമുക്ക് റിലേഷന്റെ അകത്ത് പഠിക്കാനുള്ളത്. ഇനി ഇങ്ങനെ അത് ഓർഡേർഡ് പേരായിട്ട് തരണമെന്നില്ല. നമ്മൾ നേരത്തെ പഠിച്ച സെറ്റ് ബിൽഡർ ഫോമിലൊക്കെ തരും. അപ്പൊ അതിനെ ഇങ്ങനെ മാറ്റി എഴുതിയിട്ട് ചെക്ക് ചെയ്തോളണം. ഇത്രേ ഉള്ളൂ. ഇത്രയാണ് റിലേഷൻസ്. ഇനി അടുത്തതിലേക്ക് പോവാം. ഫങ്ഷൻസ്. ഇവിടെ നോക്കൂ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷൻസിന്റെ ടൈപ്പാണ്. നമ്മളിപ്പോൾ റിലേഷന്റെ ടൈപ്പ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷൻസിന്റെ ടൈപ്പാണ്. ആ ഫങ്ഷൻസിന് 2 ടൈപ്പാണ് നമുക്കുള്ളത്. 1, 1ഉം 2ഉം. അതാണ് പഠിക്കാൻ പോകുന്നത്. ഇനി ഇവിടെ കുറെ പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് എന്താന്ന് വിചാരിക്കരുത്. ഇത്രേ ഉള്ളൂ. ഒരു ഫങ്ഷൻ തരുവാണ്. നോക്കിയേ, 1, 2, 2, 3, 3, 4, 4, 4. അവിടെ ഇങ്ങനെയല്ലാണ് നമ്മൾ പഠിച്ചത്. അത് നമ്മൾ മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ വരച്ചെന്ന് മാത്രം. 1, 2, 1ഉം 2ഉം കൂടി റിലേഷൻ. 2, 3, 2ഉം 3ഉം കൂടി റിലേഷൻ. 3, 4, 3ഉം 4ഉം കൂടി റിലേഷൻ. 4, 4, 4, 4, 4 കൂടി റിലേഷൻ. അപ്പൊ ഇവിടുത്തെ ഏതാണ്? 1, 1, 2, 2, 3, 3, 4, 4. അതല്ലേ ഫംഗ്ഷൻ? ഏതാണിത്? 1, 1, 2, 2, 3, 3, 4, 4. അങ്ങനെയാണ് ആ ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നത്. ഇനി ഏതാണ് ഫംഗ്ഷൻ? ഇത് 1, 5, 2, 5, 3, 5, 4, 5. ഇത് 1, 1, 2, 1, 3, 2, 4, 2. ഇനി
പറയാൻ നമുക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് വേണ്ടി പടം വരച്ചു വെച്ചിരിക്കുന്നത് മാത്രം. അപ്പോൾ എന്തേലും ആട്ടെ. ഇനി ഈ ഫംഗ്ഷൻ 1 1 ആണോ എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തരും, ഇത് 1 1 ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ സെറ്റാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ നമ്പറുകൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആദ്യത്തെ നമ്പർ നമ്മൾ ആലോചിക്കുക പോലും വേണ്ട. ഈ ആദ്യം വരച്ചിരിക്കുന്ന ഈ മുട്ട നിങ്ങൾ ആലോചിക്കേണ്ട, രണ്ടാമത് വരച്ചിരിക്കുന്ന സാധനം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇനി 1 1 ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, എല്ലാവർക്കും രണ്ടാമത്തെ സെറ്റിലുള്ള എല്ലാവർക്കും ഒരു റിലേഷനെ അപ്പുറത്തുനിന്ന് വരാൻ പാടുള്ളൂ. നോക്കിയേ, രണ്ടാമത്തെ സെറ്റിലുള്ള എല്ലാവർക്കും ഒരു റിലേഷൻ, ഫ്രീ ആയിട്ട് കിടന്ന പ്രശ്നമില്ല. 1 ഉണ്ടെങ്കിൽ ഒരെണ്ണം വരാവുള്ളൂ. ഇത് നോക്കി, 2 ഒരെണ്ണം, 3 ഒരെണ്ണം, പക്ഷെ 4 ഒരെണ്ണമാണ് വന്നേക്കണം. അല്ല, ഇത് 4 2 വന്നിട്ടുണ്ട്. അങ്ങനെ വരരുത്. ഇത് ഇവിടെ നോക്കി, 1 ഒരെണ്ണം, 2 ഒരെണ്ണം, 3 ഒരെണ്ണം, 4 ഒരെണ്ണം. ഇങ്ങനെ ഒരു റിലേഷൻ മാത്രമേ ഉള്ളൂവെങ്കിൽ അതിനെ പറയുന്ന പേരാണ് 1 1. അതായത് എല്ലാവർക്കും ഒരെണ്ണേ പാടുള്ളൂ. ഇങ്ങനെ 2 വരരുത്, അല്ലെങ്കിൽ 1 കൂടുതൽ വരരുത്. 1 1, അവിടെ ഒരാൾ, ഇപ്പുറത്തും ഒരാൾ. കേട്ടല്ലോ? ഇങ്ങനെ സെയിം വരുന്നത്, അതായത് ഓരോന്ന് മാത്രം വരുന്നതിനെയാണ് നമ്മൾ 1 1 ഫംഗ്ഷനുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് 1 1 ഫംഗ്ഷനുകൾ? പറഞ്ഞേ. ഈ ഒന്നാമത്തത് 1 1 ആണോ? അല്ല. കാര്യം ഇത് നോക്കി, ഈ 4ന് 2 ഉണ്ട്. അപ്പൊ ഇത് 1 1 അല്ല. നമുക്ക് എന്ത് പറയാം? നോട്ട് 1 1 എന്ന് പറയാം. 1 1 അല്ലല്ലോ. അല്ല. ഇത് 1 1 ആണോ? നോക്കി, എല്ലാവർക്കും ഒരെണ്ണം ഉള്ളൂ. അപ്പൊ ഇതിന് നമുക്ക് എന്ത് പറയാം? 1 1 എന്ന് പറയാം. ഇത് 1 1 ആണോ? അല്ല. അതേ നോക്കി, ഇത് ഇയാൾക്ക് കുറെ കുത്തു കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് 1 1 ആണോ? അല്ല. എന്ത് പറയാം? നോട്ട് 1 1 എന്ന് പറയാം. അല്ല. ഇത് നോക്കി, ഇത് 1 1 ആണോ? അല്ല. ഇത് 1ന് 2 കുത്തു കൊണ്ടിട്ടുണ്ട്, 2നും 2 കുത്തു കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് 1 1 ആണോ? അല്ല. നോട്ട് 1 1 എന്ന് പറയാം. അപ്പൊ നോക്കി, ഇത് 1 1 ആണ്, ഇത് 1 1 അല്ല, ഇത് 1 1 അല്ല, ഇത് 1 1 അല്ല. ഈ 1 1 അല്ല എങ്കിൽ അതിന് പറയുന്ന വേറൊരു പേര്. 1 1 അല്ല എങ്കിൽ അതിന് നോട്ട് 1 1 എന്ന് പറയണ്ട. വേണമെങ്കിൽ നമുക്ക് എന്ത് പേര് പറയാം? മെനി 1 എന്ന് പറയാം. 1 1 അല്ല, ഇയാൾക്ക് കുറെ പേരുമായിട്ട് ബന്ധമുണ്ട്, മെനിയാണ്. അതുകൊണ്ട് മെനി 1 എന്ന് വേണമെങ്കിൽ പറയാം. കേട്ടല്ലോ? അവിടെ ഇരുന്നോട്ടെ. ഇനി ഇത് 1 1 ആണ്, ഇത് നോട്ട് 1 1, അതായത് മെനി 1 എന്ന് പറയാം. ഇതും നോട്ട് 1 1, വേണമെങ്കിൽ മെനി 1 എന്ന് പറയാം. ക്ലിയർ ആയോ? ഇത്ര ഉള്ളട 1 1. ഇനി ഓൺ ടു നോക്കാം. വളരെ എളുപ്പമാണ്. ഈ പറഞ്ഞ രണ്ടാമത്തെ സെറ്റ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. രണ്ടാമത്തെ സെറ്റിലെ എല്ലാവരും കുത്തുകൊണ്ടുന്നുണ്ടോ നോക്കണം, അല്ലെങ്കിൽ രണ്ടാമത്തെ സെറ്റിലെ എല്ലാവർക്കും റിലേഷൻ ഉണ്ടോ നോക്കണം. ഇവിടെ ഇല്ല, ദേ 1ന് റിലേഷൻ ഇല്ല, 1 ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയല്ലേ. പക്ഷെ ഇവിടെ ഉണ്ട്, നോക്കി, എല്ലാവർക്കും ഇല്ലേ. ഇങ്ങനെ രണ്ടാമത്തെ സെറ്റിലെ എല്ലാവർക്കും റിലേഷൻ ഉണ്ടെങ്കിൽ, ഇവിടെ എല്ലാവർക്കും ഉണ്ടല്ലോടാ, എല്ലാവർക്കും ഉണ്ടെങ്കിൽ അതിന് എന്ത് പേര് പറയും? ഓൺ ടു എന്ന് പറയും. കേട്ടല്ലോ? ഇനി എല്ലാവർക്കും റിലേഷൻ ഇല്ല, ഒരാളെ 2 ആളാ കുറച്ച് പേര് വെറുതെ ഇരിക്കുവാണെങ്കിൽ അതിന് എന്ത് പേര് പറയും? നോട്ട് ഓൺ ടു എന്ന് പറയും. ഇത് ഓൺ ടു ആണോ? അല്ല. എടാ, ഇത് ഓൺ ടു ആണോ? എടാ, ഇവിടെ ഒരാളുള്ള, അയാൾക്ക് റിലേഷൻ ഉണ്ട്. അപ്പൊ ഇതെന്താണ്? ഇത് ഓൺ ടു ആണ്. എടാ, ഇത് ഓൺ ടു ആണോ? അല്ല. അതേ 3 4 വെറുതെ നിൽക്കുവാണ്. അപ്പൊ ഇതെന്താണ്? നോട്ട് ഓൺ ടു. അപ്പൊ ഓൺ ടു നോക്കേണ്ടത് എങ്ങനെയാണ്? ഓൺ ടു നോക്കേണ്ടത് രണ്ടാമത്തെ സെറ്റിലെ എല്ലാവർക്കും റിലേഷൻ ഉണ്ടോ നോക്കണം. എല്ലാവർക്കും ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും എന്താണ്? ഓൺ ടു ആണ്. ആരെങ്കിലും വെറുതെ നിൽക്കണമെങ്കിൽ അതെന്താണ്? ഓൺ ടു അല്ല, നോട്ട് ഓൺ ടു. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഓൺ ടു അല്ലെങ്കിൽ അതിന് വേണമെങ്കിൽ നമുക്ക് ഇൻ ടു എന്ന് പറയാം. ഇവിടെ നോക്കി, ഇത് നോട്ട് ഓൺ ടു ആണ്. നോട്ട് ഓൺ ടുവിന് പറയുന്ന വേറൊരു പേരാണെന്ത്? ഇൻ ടു. കേട്ടല്ലോ? ഇതും നോട്ട് ഓൺ ടു ആണ്, അതിന് വേണമെങ്കിൽ നമുക്ക് ഇൻ ടു എന്ന് പറയാം. കേട്ടല്ലോ? അപ്പൊ 1 1 ഓൺ ടു ചെക്ക് ചെയ്യേണ്ട മനസ്സിലായല്ലോ. 1 1 ഓൺ ടു എങ്ങനെയാ ചെക്ക് ചെയ്യേണ്ടത്? 1 1 ചെക്ക് ചെയ്യേണ്ടത് രണ്ടാമത്തെ നമ്പറിന്, അല്ല, രണ്ടാമത്തെ സെറ്റിലെ എല്ലാവർക്കും ഒരു റിലേഷൻ മാത്രമേ ഉള്ളൂ നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ 1 1 ആണ്, അല്ലെങ്കിൽ മെനി 1 ആണ്. രണ്ടാമത്തെ സെറ്റിലെ എല്ലാവർക്കും റിലേഷൻ ഉണ്ടോ നോക്കുക. എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഓൺ ടു ആണ്. ആർക്കെങ്കിലും ഇല്ല, വെറുതെ നിൽക്കുവാണെങ്കിൽ എന്താണ്? നോട്ട് ഓൺ ടു, അല്ലെങ്കിൽ ഇൻ ടു എന്ന് പറയാം. ക്ലിയർ ആയോ? ഒരു ചെറിയ കാര്യം കൂടി ഈ സെഷനിൽ പഠിക്കാനുണ്ട്.
ശ്രദ്ധിച്ചിരുന്നു. എടാ അപ്പൊ ഇവിടെ ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഇത് നോക്കിയേ, ഒരു ഫംഗ്ഷൻ 1 2 2 3 3 4 4 5 5 1. അത് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇത് 1 1 ആണോ എന്ന് ചെക്ക് ചെയ്തേ. 1 1 ആണോ എന്ന് എങ്ങനെയാ ചെക്ക് ചെയ്യേണ്ടത്? രണ്ടാമത്തെ സെറ്റ് നോക്കുക, ഒരു റിലേഷൻ മാത്രമേ ഉള്ളൂ നോക്കുക. ഒരെണ്ണം മാത്രമേ ഉള്ളൂ, റിപ്പീറ്റ് ഒന്നും ചെയ്യുന്നില്ലല്ലോ, റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇത് ഉറപ്പായിട്ടും എന്താണ്? ഇത് 1 1 ആണ്. എടാ ഈ 1 1 ഫംഗ്ഷന് വേറൊരു പേര് കൂടി പറയും. 1 1 ആണെങ്കിൽ ആ ഫംഗ്ഷനെ പറയുന്ന പേരാണ് ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ. അപ്പൊ ചിലപ്പോൾ അവർ നിങ്ങളോട് ചോദിക്കും ചെക്ക് ദ ഇൻജെക്റ്റിവിറ്റി ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ, അത് കറക്റ്റ് ചോദിക്കുന്ന അത്രേ ഉള്ളൂ. അപ്പൊ ഇൻജെക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. 1 1 ആണല്ലോ. ഇനി ഇത് ഓൺ ടു ആണോ എന്ന് നോക്കിയേ. ഓൺ ടു ആണോ എന്ന് എങ്ങനെയാ നോക്കേണ്ടത്? രണ്ടാമത്തെ സെറ്റിലെ എല്ലാവരും റിലേഷനിലാണോ, എല്ലാവരും കുത്തു കൊള്ളുന്നുണ്ടോ നോക്കണം. 5 കൊള്ളുന്നുണ്ട്, 4 കൊള്ളുന്നുണ്ട്, 3 2 1 എല്ലാവരും കൊള്ളുന്നുണ്ട്. അപ്പൊ ഇത് ഉറപ്പായിട്ടും എന്താണ്? ഇത് ഉറപ്പായിട്ടും ഓൺ ടു ആണ്. ഓൺ ടുവിന് വേറൊരു പേരുണ്ട്, അതിന്റെ പേരാണ് സർജക്റ്റീവ്. എന്താണ്? സർജക്റ്റീവ്. എന്താണ്? 1 1 പറയുന്ന പേര് ഇൻജെക്റ്റീവ്, ഓൺ ടുവിന് പറയുന്ന പേര് സർജക്റ്റീവ്. അപ്പൊ നമ്മൾ മറ്റേ റിലേഷനിൽ പഠിച്ചൊരു കാര്യമില്ലേ, റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ, ആ റിലേഷനെ നമ്മൾ എന്ത് പേര് പറയും? ഈക്വലൻസ് റിലേഷൻ. ഇതുപോലെ ഒരു ഫംഗ്ഷൻ 1 1 ആണ് ഓൺ ടു ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. എന്താണ്? ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ 1 1 ആയിരിക്കണം, ഓൺ ടു ആയിരിക്കണം. ഇത് 1 1 അല്ലേ, ഇത് ഓൺ ടു അല്ലേ? അപ്പൊ ഇത് ഉറപ്പായിട്ടും എന്ത് ഫംഗ്ഷൻ ആണ്? ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ഈ പേര് വരാൻ കാര്യം എന്താണെന്ന് അറിയാവോ? 1 1 നമ്മൾ പറഞ്ഞ പേരെന്താണ്? ഇൻജെക്റ്റീവ്. ഓൺ ടുവിന് നമ്മൾ പറഞ്ഞ പേരെന്താണ്? സർജക്റ്റീവ്. ഇൻജെക്റ്റീവും സർജക്റ്റീവും ആണെങ്കിൽ അത് എന്തായിരിക്കും? ബൈജക്റ്റീവ് ആയിരിക്കും. ഇട്ടുകള 1 1 ഓൺ ടു ആണെങ്കിൽ അത് ഉറപ്പായിട്ടും എന്താണ്? ബൈജക്റ്റീവ് ആയിരിക്കും. കേട്ടല്ലോ. അപ്പൊ ചിലപ്പോൾ അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ്? ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണോ എന്നായിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? 1 1 ആണോ ഓൺ ടു ആണോ ചെക്ക് ചെയ്യണം. ആണെങ്കിൽ ബൈജക്റ്റീവ്. ക്ലിയർ ആയില്ലടാ? അപ്പോ റിലേഷൻസ് പഠിച്ചു, റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്, ഇക്വലൻസ് റിലേഷൻ. ഫംഗ്ഷൻസ് പഠിച്ചു, 1 1 ഫംഗ്ഷൻ, ഓൺ ടു ഫംഗ്ഷൻ. 1 1 അല്ലെങ്കിൽ മെനി വൺ, ഓൺ ടു അല്ലെങ്കിൽ ഇൻ ടു. 1 1 ഓൺ ടു ആണെങ്കിൽ എന്താണ്? ബൈജക്റ്റീവ്. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമല്ലേ? അപ്പൊ ബാക്കി അടുത്ത ചാപ്റ്റർ.